ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിലേക്ക് വീണ്ടും സ്വാഗതം. ദേ നമ്മൾ തിരിച്ചു വരുവാണ് കേട്ടോ. രണ്ടും രാത്രിയാണ്, രാത്രിയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഞാൻ ഇളയ മാമാരെ കടയിൽ കയറുവാണ്. മാമാരെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് രാത്രി. നമ്മൾ ചെന്നതിൻ്റെ അന്ന് മൂത്ത മാമാരെ വീട്ടിൽ നിന്നായിരുന്നു. പിറ്റേന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ അവിടെ നിർത്തിയിട്ട്, മക്കളെ രണ്ടുപേരും അവിടെ നിർത്തിയിട്ടാണ് നമ്മളൊരു സ്ഥലം വരെ പോയത്. അതൊക്കെ വഴിയേ പറയാം. അങ്ങനെ പോയി തിരിച്ച് നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് മാമാരവിടെ നിന്ന് ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. കാരണം ഞായറാഴ്ച കേക്കുണ്ട്, ഇപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ പോവാണ്. അപ്പം മാമ പറഞ്ഞു പച്ചക്കറി കട വഴിയും കൂടി വരാൻ പറഞ്ഞു. മാമയുടെ ഒരു കുഞ്ഞി സംരംഭമാണ്. അപ്പോൾ അതേ മാമ എനിക്ക് വേണ്ടിയിട്ട് ഇനി കുറേ നാളത്തേക്കൊന്നും വാങ്ങണ്ട, ഒരാഴ്ചത്തേക്ക് കൂടുതലുള്ള പച്ചക്കറികളുണ്ട്. ഇത് ഇങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു. മാമാരവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. തണ്ണിമത്തനൊക്കെ, തണ്ണിമത്തനും കൂർക്കയും ഞാൻ മാമാരവിടെ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭാഗ്യം മാമ പാലൊക്കെ തന്നു കിട്ടും. അപ്പം അതുകൊണ്ട് പിറ്റേന്ന്, അതായത് ഇതിപ്പം ഞാൻ പാലൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. മാമ കുറേ പച്ചക്കറിയൊക്കെ തന്നു, എല്ലാം കിച്ചണിൽ വെച്ചു. പഴം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുട്ടാക്കാമെന്ന് വെച്ചു ഞായറാഴ്ച. അപ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിന്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു ഫീലാണ് എപ്പോഴും. കോട്ടയത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മാമാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ നമ്മളെ വീട്ടിൽ നമ്മൾ ചെല്ലുന്നതിൽ നിന്നും ഒരു പ്രത്യേക ഒരു സ്നേഹവും പരിഗണനയും ഒക്കെയാണ്. അപ്പോൾ ഒരു ഭയങ്കര രസമാണ് അവിടെ പോയി വരുമ്പോൾ. അവിടെ മക്കളൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് മക്കളെ വീഡിയോ ഇടുമ്പോൾ അവരാണ് എൻ്റെ നാത്തൂന്മാരാണ്. പക്ഷെ അവരെന്നെ സന്തൂർ മമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. അവർ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് സന്തൂർ മമ്മി, മമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത്. മമ്മി എന്ത് ചെയ്യുന്നു, മെസ്സേജ് ഇടുമ്പോഴും മമ്മി എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് എൻ്റെ ഞാച്ചിമുത്ത് ചോദിക്കുന്നത്. മാമാരെ ഇളയ മോള് എല്ലാവരും അതെ മമ്മി എന്ന് തന്നെ വിളിക്കൽ. പിന്നെ സ്നേഹമാണ്. നമുക്ക് ആ സ്നേഹം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഇങ്ങനെ വീണ്ടും ചേർത്ത് പിടിക്കാൻ തോന്നും. നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹമാണല്ലോ. ഇപ്പോൾ ഈ മാമായൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ മാമായൊക്കെ വരുന്നത് കാത്തിരിക്കുമായിരുന്നു. എന്തെങ്കിലും പാക്കറ്റ് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണും, ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ മാമായൊക്കെ വരുന്നത് കാത്തിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് മാമാരെ കൂടെ നടക്കുക, മാമാരെ കൈ തൂങ്ങി നടക്കുക, മാമാരെ മുടി കെട്ടി കൊടുക്കുക. ഒരു ഭയങ്കര രസമുള്ള ഒരു കുട്ടിക്കാലം. മാമാരെ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മാമാരെയൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. രണ്ട് മാമാമാരും നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ പ്രായത്തിൻ്റെതൊക്കെ കൊണ്ടോ എന്തൊക്കെയോ നമുക്കവിടെ പോയി നിൽക്കാനുള്ളൊരിതോ അങ്ങനെയൊക്കെ, പിന്നെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വരുമല്ലോ. എന്നും പറഞ്ഞ് സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. അന്നും ഇന്നും പോയി വരുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ തന്നു വിടുന്ന ഒരു സ്നേഹമുണ്ട്. അപ്പോൾ അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കാരണം അതിനൊരു ഇത് വരരുത് എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എപ്പോഴും സ്നേഹത്തോടെ എനിക്ക് സന്തോഷത്തോടെ കയറി ചെല്ലാൻ പറ്റണം അവിടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ തന്നെ നിലനിർത്തി പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരുമായിട്ടും ഒരു സ്നേഹബന്ധം ഒരു ആവശ്യത്തിന്, അത് ഒരു മിനിമം ചെയ്ത്, അതായത് സ്നേഹബന്ധം എപ്പോഴും നമ്മൾ അധികവും ആവാൻ പാടില്ല, എന്നാൽ കുറയ്ക്കുകയും ചെയ്യരുത്. അങ്ങനെ അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇപ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ. ഇപ്രാവശ്യം ഒന്നല്ല, എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ എന്തോ ഒരു എക്സ്ട്രാ ഒരു ഹാപ്പിനെസ് ഉണ്ടായി. പിന്നെ മാമാരെ കുഞ്ഞുമോനെ കാണാൻ പറ്റി. എൻ്റെ മൂത്ത മാമാടെ മോക്കൊരു വാവയുണ്ടായി. വാവയെ ഞാൻ മുമ്പ് പോയപ്പം ജസ്റ്റൊക്കെ ഒന്ന് കളിപ്പിച്ചതേ ഉള്ളൂ. ഇപ്രാവശ്യവും അധികമൊന്നും കളിപ്പിക്കാൻ പറ്റിയില്ല. എന്നാലും മോനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. മനസ്സിനൊരു വല്ലാത്ത സന്തോഷവും നമുക്ക് സന്തോഷം തോന്നുമ്പോഴത്തേക്കും അതിങ്ങനെ പറയണമെന്ന് തോന്നുന്നതാണ്. പിന്നെ ഇതിങ്ങനെ വഴിയെ പോയപ്പോഴുള്ള വീഡിയോസ് എടുത്താണ് കേട്ടോ. ഈ കൊച്ചുങ്ങളെയൊന്നും എടുത്തതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ബൈ.